ശത്രുക്കളിൽ ആർക്കും ഇസ്രായേലിനെ എതിർക്കാൻ സാധിച്ചില്ല. കാരണം എല്ലാ ശത്രുക്കളെയും കർത്താവ് അവരുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊടുത്തു എന്ന വചനം സൂചിപ്പിക്കുന്ന വിധം ഒറ്റ ദിവസത്തിനുള്ളിൽ തങ്ങളെ ഉപദ്രവിച്ച ഹമാസും ഹിസ്ബുള്ളയും ഇസ്രായേലിന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട അതിശയകരമായ സംഭവവികാസങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ സ്ഥാനമേറ്റ ഉടൻ മധ്യപൂർവേഷ്യയിൽ ഭീകരതയുടെ അച്ചുതണ്ടിന് നേതൃത്വം നൽകിയ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് തന്നെ അതിസൂക്ഷ്മമായ ഓപ്പറേഷനിലൂടെ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ വകവരുത്തിയ ഇസ്രായേലിന്റെ ഇന്റലിജൻസും നിശ്ചയദാർഢ്യവും സാഹസികതയും ലോകമെങ്ങും ചർച്ചയാകുകയാണ്. ടെഹ്റാനിലെ ബെഡ്റൂമിലായിരുന്ന തീവ്രവാദ നേതാവിന്റെ ജീവനെടുത്ത പ്രിസിഷൻ മിസൈൽ തകർത്തത് അതിനൂതനമായ റഷ്യയുടെയും ഇറാന്റെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കൂടി ആയിരുന്നു. ഇറാൻ പ്രസിഡന്റ് ചുമതലയേറ്റ ചടങ്ങുകൾക്ക് വേണ്ടി ടെഹ്റാനിലെത്തിയ ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി തീവ്രവാദ പ്രതിനിധികളെല്ലാം ഇസ്രായേലിനെതിരെയുള്ള സംഘടിത നീക്കങ്ങൾ ബലപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ച് തങ്ങളുടെ ഭീകരവാദ ശൃംഖല ദൃഢപ്പെടുത്തിയ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഒരേ ദിവസം തന്നെ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ലെബനനിൽ ഹിസ്ബുള്ള നേതാവിനെയും ഇറാനിൽ ഹമാസ് തലവനെയും ലക്ഷ്യംവെച്ചുള്ള ഇസ്രായേലിന്റെ അതിവിദഗ്ധ നീക്കങ്ങൾ ലോകശ്രദ്ധ നേടിയത്. ഇസ്രായേലിയരുടെ രക്തത്തിന് വിലയുണ്ടെന്നും അത് ചിന്തുന്നവർ കനത്ത വില നൽകേണ്ടിവരുമെന്നുമുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന ശരിവെക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങളാണ് ഇസ്രായേൽ തങ്ങളുടെ ശത്രുക്കളുടെ മേൽ കൈവരിച്ചിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ ആസൂത്രണം ചെയ്ത കൂട്ടക്കൊല നടപ്പിലാക്കിയ വാർത്ത ഖത്തറിലിരുന്ന് TV സ്ക്രീനിൽ കണ്ട് രസിക്കുകയും മറ്റു തീവ്രവാദ നേതാക്കളോടൊപ്പം സന്തോഷിച്ചാർമാദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഇസ്മായിൽ ഹനിയയുടെ ദൃശ്യങ്ങളും ഇതോടൊപ്പം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ഇസ്രായേലിന്റെ നാശം നനച്ചുള്ള ആസൂത്രണങ്ങളും ആഘോഷ പ്രകടനങ്ങളും വഴി സ്വന്തം നാശത്തിന് കുഴിമാടം തയ്യാറാക്കിയ ഹനിയയുടെയും ഹിസ്ബുള്ള നേതാവ് ഫുവാദ് ഷുക്കർ എന്ന സയ്യിദ് മുഹ്സന്റെയും അധോഗതി ഇറാന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദ ശൃംഖലയെ മുഴുവൻ ഒരേസമയം ലജ്ജിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ദുർബലപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്.